ഹലോ മക്കൾസ്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മളെ തേർഡ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ നെയിം വാട്ടർ ആൻഡ് ലൈഫ്. നമുക്കൊക്കെ അറിയാം നമ്മളെ ലൈഫിൽ എത്രത്തോളം വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്, ഇല്ലേ? നമ്മളൊക്കെ ലൈഫിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ. ഒരുപാട് യൂസസ് ഉണ്ട് അല്ലേ വാട്ടർ കൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് വാട്ടറിന്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ് കേട്ടോ ഈ കുഞ്ഞു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസസ് ഓഫ് റിവർ വാട്ടർ. നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്ന കാര്യം തന്നെയാണ് റിവർ വാട്ടർ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. റിവർ വാട്ടർ നമുക്കറിയാം പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫോർ ഡ്രിങ്കിങ്, കുടിക്കാൻ വേണ്ടിയിട്ട്. ഫോർ കുക്കിംഗ്, ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ ബാത്തിങ്, ഫോർ ക്ലീനിങ്, ഫോർ ഇറിഗേഷൻ, ഫോർ ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്, ജനറേറ്റിംഗ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റിവർ വാട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിസ്സ് കുറച്ച് മാത്രം ഇവിടെ ആഡ് ചെയ്തത്, മിസ്സിൻ്റെ മക്കൾസിന് ബാക്കിയുള്ളതും കൂടെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ എന്തിനാണ് വാട്ടർ യൂസ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് റിവർ വാട്ടറും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്ര മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് ഓഫ് റിവർ വാട്ടർ. മിസ് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു അല്ലേ, നമ്മളെ വാട്ടർ എന്ന് പറയുന്നത് നമ്മളെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് വാട്ടർ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് റിവർ വാട്ടറും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് റിവർ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ ഒരുപാട് എന്തുണ്ടാവും, പൊല്യൂട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്യൂരിഫൈ ചെയ്യണം, ശുദ്ധീകരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു റിവർ വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന രൂപത്തിലുള്ള വാട്ടറായിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് ഓഫ് റിവർ വാട്ടർ. അപ്പോൾ നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ്, പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് ഓഫ് റിവർ വാട്ടർ. എങ്ങനെയാണ് റിവർ വാട്ടർ നമ്മൾ പ്യൂരിഫൈ ചെയ്യുക? ഫസ്റ്റ്, ഫിൽട്ടർ ഔട്ട് ലാർജ് ഡെബ്രിസ് എന്ന് പറഞ്ഞാൽ വലിയ മാലിന്യങ്ങൾ. നിങ്ങൾക്ക് കാണാം അല്ലേ, ഇതാണ് നമ്മളെ റിവർ വാട്ടർ. ഈ റിവർ വാട്ടർ എന്താ ചെയ്യുന്നത്, നമ്മൾ പ്യൂരിഫൈ ചെയ്യുകയാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇതിലൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ റിവർ വാട്ടറിലുള്ള ലാർജ് ഡെബ്രിസ്, വലിയ മാലിന്യങ്ങൾ ഫസ്റ്റ് നമ്മൾ പ്യൂരിഫൈ ചെയ്യും. സെക്കൻഡ് വൺ, അലോ വേസ്റ്റ് ടു സെറ്റിൽ. എന്നിട്ട് വലിയ മാലിന്യങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്ത് അരിച്ചെടുത്തിട്ട് രണ്ടാമത് അത് എന്താണ്, അടിഞ്ഞു നിൽക്കാൻ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു മഡ് കലർന്നൊരു വെള്ളം ഒരു ബക്കറ്റിൽ എടുത്ത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ആ മഡ് മാത്രം, ആ വാട്ടർ മുകളിലും അതിന് താഴെ, ആ ബക്കറ്റിന് താഴെ എന്തുണ്ടാവും, ആ മഡ്, ആ ചളി മാത്രം അടിഞ്ഞു നിൽക്കും. അതുപോലെ തന്നെ ആ വേസ്റ്റ് അടിഞ്ഞു നിൽക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി തേർഡ് വൺ, സ്ട്രെയിൻ ത്രോ മൾട്ടി ലെയേർഡ് സീവ്സ്. ഇതിൽ എന്താണ്, ആ വേസ്റ്റ് അടിഞ്ഞു കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് തേർഡ് വൺ. ഇതിലൊരുപാട് അരിപ്പകളുണ്ട്, സ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഈ അരിപ്പകളിലൂടെ ഇതിലുള്ള ബാക്കി മാലിന്യങ്ങളൊക്കെ അരിച്ചെടുക്കും. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഡിസ്ഇൻഫെക്റ്റ്. അതിലുള്ള ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എന്താവും, അണുനശീകരണം, അണുവിമുക്തമാക്കും കേട്ടോ. അതാണ് ഡിസ്ഇൻഫെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 സ്റ്റേജുകളാണ് നമ്മൾ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജസ് ഓഫ് ഫ്രഷ് വാട്ടർ. എന്നിട്ട് അതൊരു ഫ്രഷ് വാട്ടർ, ഒരു ശുദ്ധജലമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഫിഫ്ത്ത് വൺ, സ്റ്റോർ ഇൻ എ ടാങ്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 4 സ്റ്റെപ്പിലൂടെ നമ്മൾ വാട്ടർ പ്യൂരിഫൈ ചെയ്തു, അതൊരു ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക, സംരക്ഷിച്ച് വെക്കുക. നെക്സ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ടു ഹൗസസ്. എന്നിട്ട് നമ്മളെ വീടുകളിലേക്കൊക്കെ ആ പ്യുവർ വാട്ടർ, ആ ശുദ്ധജലം എത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടലി 6 സ്റ്റേജസ് ആണുള്ളത് കേട്ടോ. ഫസ്റ്റ് 4 സ്റ്റേജ് പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് ആണ്. അത് നെക്സ്റ്റ് ടാങ്കിൽ സ്റ്റോർ ചെയ്ത് ആർക്കാണോ ആവശ്യമുള്ളത്, അതായത് ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ടു ഹൗസസ്, വീടുകളിലേക്ക് അത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ ഒരു പിക്ചർ നമ്മളെ മൈൻഡിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു വിധം നമുക്കത് മൈൻഡിൽ നിൽക്കും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ മിസ്സിൻ്റെ മക്കൾ. നെക്സ്റ്റ്, സോഴ്സസ് ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഉറവിടം, വെള്ളത്തിൻ്റെ ഉറവിടം എവിടെ നിന്നൊക്കെയാണ്